പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു. എങ്ങനെയിരിക്കുന്നു? കർത്താവായ യേശുക്രിസ്തു നിങ്ങളുടെ മേൽ സ്നേഹവും കരുതലുമുള്ള ഒരു ദൈവമാണ്. അതുകൊണ്ടാണ് ദിവസവും രാവിലെ നിങ്ങളോട് സംസാരിക്കുന്നത്. പക്ഷേ നിങ്ങൾ യേശുവോടൊത്ത് നടക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ സന്ദേശം മാത്രം കേട്ടിട്ട് ദൈവവചനം വായിച്ചിട്ട് ഞാൻ വചനം വായിച്ചു പ്രാർത്ഥിച്ചു എന്ന് വിചാരിക്കരുത്. അതിരാവിലെ എഴുന്നേറ്റ് 1 മണിക്കൂറെങ്കിലും ദൈവത്തിന് സമയം കൊടുക്കണം. ദൈവത്തിന്റെ പാദത്തിലിരുന്ന് വേദവചനം വായിച്ച് പ്രാർത്ഥിച്ച് അതിനുശേഷമേ ദിവസം ആരംഭിക്കാൻ പാടുള്ളൂ. അപ്പോഴേ ദൈവസാന്നിധ്യം കൂടെ ഉണ്ടാകൂ. ശരിയല്ലേ? ശരി, ഇന്ന് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന വചനം എന്താണ് എന്നറിയാമോ? ആവർത്തന പുസ്തകം 15-ാം അധ്യായം 5-ാം വാക്യം. യഹോവ നിന്നെ ഏറ്റവും അനുഗ്രഹിക്കും. യഹോവ നിന്നെ ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കും. ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. എന്നെ നന്നായി വെച്ചിരിക്കുന്നു. സമാധാനം തന്നിരിക്കുന്നു. പാപത്തിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു. നല്ലൊരു ജോലി തന്നിരിക്കുന്നു. ബിസിനസ് തന്നിരിക്കുന്നു. നല്ലൊരു വീട് തന്നിരിക്കുന്നു. നല്ലൊരു കുടുംബത്തെ തന്നിരിക്കുന്നു. കർത്താവ് എന്നെ നന്നായി വെച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ സന്തോഷപ്പെടുന്നുണ്ട്, അല്ലേ? പക്ഷേ ദൈവത്തിനത് സന്തോഷമല്ല. ദൈവം നോക്കുന്നു, എന്റെ മക്കളെ ഞാൻ കൂടുതലായി അനുഗ്രഹിക്കണം. ഈ അനുഗ്രഹം പോരാ. അതാണ് ദൈവത്തിന്റെ മനസ്സ്. ഒരു പിതാവ് തന്റെ മക്കൾ എത്രത്തോളം അനുഗ്രഹം നേടിയിട്ടുണ്ട് എങ്കിലും ഇനിയും അനുഗ്രഹിക്കപ്പെടണം എന്നല്ലേ ആഗ്രഹിക്കുക? അതാണ് യേശുവിന്റെ ആഗ്രഹം. ഞാൻ കൂടുതലായി നിന്നെ അനുഗ്രഹിക്കും, കൂടുതൽ നിന്നെ അനുഗ്രഹിക്കും എന്ന് ദൈവം പറയുന്നു. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ഒരിക്കൽ ഒരു കുടുംബം എൻ്റെ അടുത്ത് വന്ന്, ഞങ്ങളൊരു ഫാക്ടറി തുടങ്ങുന്നു, ബിസിനസ്, നിങ്ങൾ വന്ന് പ്രാർത്ഥിച്ച് തുടങ്ങിത്തരണം എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു പോയി. നല്ല വലിയ ഫാക്ടറിയാണ്, എക്സ്പോർട്ടിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ പോയി പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചിട്ട് വന്നു. അവർക്കിനിയും പല അനുഗ്രഹങ്ങളുണ്ട്. സ്വന്തം വീടുണ്ട്, സ്വന്തം ബിസിനസ്സുണ്ട്. പുതിയതായി ആരംഭിച്ചതിന് പ്രാർത്ഥിച്ചിട്ട് വന്നു. അത് ഒരു വലിയ ഫാക്ടറിയായിരുന്നു. അവിടെ കുറേ പേര് ജോലി ചെയ്യുന്നുണ്ട്. അടുത്ത വർഷം വന്നു, ദൈവം ഞങ്ങൾക്ക് വേറെയൊരു ബിസിനസ്സും തന്നിരിക്കുന്നു, അതും നിങ്ങൾ തുടങ്ങിത്തരണമെന്ന് പറഞ്ഞു. അതെയോ, എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പോയി അതിനുവേണ്ടിയും പ്രാർത്ഥിച്ചാരംഭിച്ചിട്ട് വന്നു. ഇപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം വർദ്ധിച്ചിരിക്കുന്നു. അടുത്ത വർഷവും വന്നു, നിങ്ങൾ വീണ്ടും വരണം. എന്താണ് കാര്യം? വേറൊരു ബിസിനസ്സും കൂടി ആരംഭിക്കണം. അതാണ് മേൽക്കുമേൽ. അതെനിക്ക് വലിയ സന്തോഷമായി. ദൈവം അങ്ങനെയാണ് അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുക. അവിടെ പോയി പ്രാർത്ഥിച്ചാൽ അതും അനുഗ്രഹം. ദൈവം തന്റെ മക്കളെ മേൽക്കുമേൽ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രമോഷൻ കിട്ടിയോ? അതോടെ നിൽക്കില്ല, അതിനും മുകളിലേക്ക് ദൈവം ഉയർത്തും. നിങ്ങളുടെ വ്യാപാരത്തിലെ അതിർത്തി വിശാലമായിട്ടുണ്ടോ? ഇതിനേക്കാളും വിസ്തീർണമാക്കും. ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ പഠിപ്പിലായാലും ശരി, ശുശ്രൂഷ ചെയ്യുന്നുണ്ടെങ്കിലും ശരി, ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ശരി, ബിസിനസ് ചെയ്താലും ശരി, മേൽക്കുമേൽ അനുഗ്രഹം. അതാണ് ദൈവത്തിന്റെ ഇഷ്ടം. നിങ്ങളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഇത് മതി ദൈവമേ എന്ന് പറഞ്ഞാൽ ശരി, എന്റെ കുഞ്ഞിനെ ഞാൻ നിർബന്ധിക്കുകയില്ല, ശരി മതി, അങ്ങനെ ഇരിക്കട്ടെ എന്ന് പറയും. ഇല്ല, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞാൽ ദൈവം മേൽക്കുമേൽ അനുഗ്രഹിക്കും. മനസ്സിലായോ? അപ്പോൾ ദൈവത്തോട് ചോദിക്കുമോ, അങ്ങെനിക്ക് വാക്ക് തന്നിരിക്കുന്നു, മേൽക്കുമേൽ അനുഗ്രഹിക്കും എന്ന്. അങ്ങെന്ത് അനുഗ്രഹം വെച്ചിട്ടുണ്ടോ അത് ഞാൻ സന്തോഷത്തോടെ ഏറ്റെടുക്കും. അത് മുഖേന ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തും. ഞാൻ മറ്റുള്ളവർക്ക് അനുഗ്രഹമാവുമെന്ന് പറയൂ. മേൽക്കുമേൽ ദൈവം അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. പിതാവേ, ഈ മകനും ഈ മകൾക്കും മേൽക്കുമേൽ അനുഗ്രഹിക്കും എന്ന് വാക്ക് തന്നിരിക്കുന്നു. ഇവരെ അനുഗ്രഹിച്ച് അനേകർക്ക് അവരെ അനുഗ്രഹമാക്കി തീർക്കണം. ഇവർ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുവാൻ മേൽക്കുമേൽ അനുഗ്രഹിച്ചുയർത്തേണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ